തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ താത്കാലിക ജീവനക്കാരടക്കം 7 പേരെ പിരിച്ചുവിട്ടു. ശിശുക്ഷേമ സമിതി ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ എന്താണ്? മറ്റൊന്ന്, ശിശുക്ഷേമ സമിതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ്? അവർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നതുൾപ്പെടെ. അനുജ, 1 മാസം മുമ്പാണ് 2 കുഞ്ഞുങ്ങളെ, ഒന്ന് 2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും ഒരു 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും, ഈ 2 കുഞ്ഞുങ്ങളെ ബന്ധുക്കൾ CWC തിരുവനന്തപുരത്തെ ഓഫീസിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവർ. 1 മാസം മുമ്പ് ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ പ്രധാനപ്പെട്ട ഈ 3 ആയമാരാണ് ഇവരെ നോക്കി വരുന്നത്. ഈ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ കുഞ്ഞുങ്ങളെ, ഈ പ്രധാനമായി 2.5 വയസ്സുള്ള ഈ കുഞ്ഞ് ഈ കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞ് ഈ ആയമാർ ഉപദ്രവിക്കുന്നത്. പ്രധാനമായും ഈ 3 പേരാണ് ഈ പ്രതികളായിട്ടുള്ളവർ. അതിൽ അജിത, സിന്ധു, മഹേശ്വരി. അജിതയാണ് ഈ കുഞ്ഞിനെയും ഈ കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്നുള്ളൊരു കുറ്റം പറഞ്ഞ് നഖം ഉപയോഗിച്ച് നുള്ളി പരിക്കേൽപ്പിച്ചത്. സ്വകാര്യ ഭാഗത്തും ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിലുമാണ് കുഞ്ഞിനെ മുറിവേറ്റിട്ടുള്ളത്. അതിനുശേഷം ഇത് പുറത്തറിയുന്നത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ, അത് വേറെ ചില കെയർ ടേക്കർമാർ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ നെയ്റ്റിൽ അനുഭവപ്പെട്ട് വാവിട്ടു കരഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ എത്തി പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവ് കണ്ടെത്തിയത്. ഇക്കാര്യം ജനറൽ സെക്രട്ടറിയും ധരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഉടൻ തന്നെ ഒരു യോഗം വിളിച്ചതിന് ശേഷം ഇത് പോലീസിനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഉടൻ തന്നെ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ 3 പേരാണ് ആ കുറ്റക്കാരെന്ന് മനസ്സിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ അജിതയാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലായി. മറ്റു 2 പേർക്കും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച വിവരം അറിയാമായിരുന്നു. അത് പുറത്ത് പറയാത്തതിലാണ് അവരെ കൂടി പോക്സോ വകുപ്പും ഒപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 പേരെയും ഇപ്പം മ്യൂസിയം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും. ഇവർ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഇവർ 3 പേരും. ഇവരെ കൂടാതെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു 4 പേർ, അങ്ങനെ ആകെ 7 പേർ എന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പേരെയും പിരിച്ചുവിട്ടതായി CWC ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായത്. കുഞ്ഞിനെ പരിപാലിച്ച 3 ആയമാർ കൂടാതെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പേർ, അങ്ങനെ 7 പേരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതിയുടെ വിശദീകരണം.